ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത വേറൊരു ഡിസൈനാണ്. ഹാങ്ങിങ്ങിൻ്റെ വേറൊരു ഡിസൈൻ. കഴിഞ്ഞ ഗ്രീൻ കളറിൽ പഠിച്ച പോലെ അത് വേറൊരു ടൈപ്പ്, ഇന്ന് വേറൊരു ടൈപ്പ്. അപ്പോൾ അതെങ്ങനെ തുന്നുന്നത് നോക്കാം. ആദ്യം ബ്ലൗസിൻ്റെ അടിവശത്തോട് കൊത്തിയെടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒരു 3 ബീഡ്സ് എടുക്കാം. 3 ബീഡ്സ് എടുത്തിട്ട് ഒരു വലിയ ബീഡ്സ് ഇടാം, പിന്നെ ഒരു ചെറിയ ബീഡ്സ്, ഇങ്ങനെ ഇടാം. എന്നിട്ടായിട്ട് ഇതിനെ നമുക്ക് ഇടത്തേക്ക് വെക്കാം. കാണുന്നുണ്ടോ? ഇടത്തേക്ക് വെച്ചിട്ട് ലാസ്റ്റ് തന്നെ ദൂരാക്കാം. ബാക്കി എല്ലാ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് കൂടിയിട്ട് ഇട്ടിട്ട് എവിടെയാണോ കുത്തിയിട്ടെടുത്ത് അവിടെ തന്നെ കുത്തിത്താത്താം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പിൽ വരും. കണ്ടോ? ഞാനിപ്പോൾ കൊടുത്ത ഡിസൈന് ഒന്ന് വെറു ബീഡ്സ്, ഒന്നിൽ വലിയ ബീഡ്സും കുറച്ച് ചെറിയ ബീഡ്സും ഇട്ടിട്ടുള്ള ആ ഒരു ഡിസൈൻ. ഇപ്പം ഞാൻ ഇത്ര ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇതിൻ്റെ ഫുൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. കണ്ടല്ലോ? മനസ്സിലാവാത്തവർക്ക് ഒന്നും കൂടി ചെയ്യാം. ബ്ലൗസിൻ്റെ കൈൻ്റെ കരയത്തുനിന്ന് തെല്ലെന്ന് എടുക്കണം. കുത്തിയിട്ട് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ഞാൻ മാത്രം ഇട്ടല്ലേ ഒരു വലിയ ബീഡ്സ് ഇടാൻ. നെക്സ്റ്റ് ഞാൻ ഇടുന്നത് ചെറിയ ബീഡ്സ് ഒരു 6 എണ്ണം എണ്ണയിട്ട് ഒരു 6 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരേ ലെവലാവും, ഇല്ലെങ്കിൽ ലെവലാവില്ല. എന്നിട്ട് എടുത്തേക്ക് കൊണ്ടുവയ്ക്കാം. കൊണ്ടുവച്ചതിന് ശേഷം ഒന്ന് ദൂരാക്കുക. ലാസ്റ്റിൻ്റെ കുത്തിത്താത്തിട്ട് വലിക്കുമ്പോൾ ബാക്കിയുള്ളതിലാവാതെ അതിങ്ങനെ കണ്ടോ, ഇതിങ്ങനെ ബാക്കിയുള്ള ഇതിലേക്ക് ഇതാവും. അതിന് കണ്ടോ, ഇങ്ങനെ വലിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇനി ബാക്കിയുള്ളതിൽ ആവാതെ ശ്രദ്ധിക്കലിങ്ങനെ. അതിനുള്ളൊരു ട്രിക്കൊന്നല്ല, ശ്രദ്ധിച്ചാൽ മതി. കുത്തിട്ടെടുക്കാം. 3 ബീഡ്സ് ഇടാം. ഒരു വലിയ ബീഡ്സ് ഇടാം, പിന്നെ ഒരു ചെറിയ ബീഡ്സ് ഇടാം. എന്നിട്ട് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ കുത്തിത്താത്തുമ്പോൾ ദേ ബാക്കി വരുന്ന ഈ നൂല് ഈ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് വെക്കാം. എന്നിട്ടിതാ ആടി കുടുങ്ങിയിട്ടാലോ, അങ്ങനെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം.